ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ദേവാ. ശരി. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരി ഹരി ഹരി. നമുക്കൊരു 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കണം. നിങ്ങളെല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ. കണ്ണടയ്ക്കൂ. വായും മനസ്സും ഒരുപോലെ തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. നമ്മുടെ ഈ കൂട്ട ജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷം എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്നുള്ളൊരു സങ്കല്പം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഇതാ അസലായിട്ട് ജപിക്കണം. ഒരു തപസ്സാണിത്. എന്തിന്? നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വരും തലമുറകളും എല്ലാവരും തന്നെ അധ്യാത്മസമ്പന്നതയോടുകൂടി സൗഭാഗ്യവും സാഫല്യവും ഒരുപോലെ അനുഭവിക്കാൻ കഴിയണം എന്നുദ്ദേശിച്ച് ഇതാ. ഓ കൂട്ടശബ്ദം പോരല്ലോ. എന്ത് പറ്റിയപ്പാ? ഇതാ ഓ ഭേദപ്പെട്ടു. എന്നാലും ആ മികവങ്ങൾ തികഞ്ഞില്ല. ഓ ശ്രീമദ് ഭാഗവതം ഒരു തത്വ സമീക്ഷാ സത്ര രൂപത്തിലാണല്ലോ നാം ഇവിടെ നടത്തി വരുന്നത്. തത്വസമീക്ഷാ സത്രം എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവത വിജ്ഞാന മഹോത്സവം എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ പറയുന്ന ഓരോ വാക്കും ആശയങ്ങളുടെ പ്രതീകങ്ങളാണ്, ശബ്ദാവിഷ്കരണങ്ങളാണ്. നമ്മൾ വായിൽ നിന്ന് എന്ത് ശബ്ദം പുറപ്പെടുവിച്ചാലും അതിനെന്തെങ്കിലും ഒരു സൂചനയോ ഒരാശയവിനിമയമോ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത് ജ്ഞാനവിനിമയമാണ്. അങ്ങനെയുള്ള സംസാരം കേൾക്കാനാണല്ലോ നിങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ? വിജ്ഞാനം വിജ്ഞാനം വിജ്ഞാനം. അതെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടും സൗഭാഗ്യപ്രതീതിയോടും കൂടി ഉത്സാഹത്തിമിർപ്പോടുകൂടി കേട്ട് അതിൽ രുചി തോന്നുമ്പോൾ ആകാംക്ഷയോടുകൂടി വരുമ്പോൾ അത് ഉത്സവമായി, ഒരു മേളയായി. അങ്ങനെ ഒരു വിജ്ഞാന മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. 21 കൊല്ലമായി നാം ശ്രീമദ് ഭാഗവതത്തെ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ സമീക്ഷണമായി നാം പരിഗണിച്ച് ഇവിടെ പ്രവചനം നടത്തിക്കൊണ്ട് പോരുകയാണ്. അതിൻ്റെ ഒരു ഫലം കാണാതെ വരില്ലല്ലോ. ഈ ശ്രീമദ് ഭാഗവതം എന്താ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. മനസ്സിലായത് മുഴുവനാവുക അങ്ങനെയില്ല.
അത്ര വിശാലപ്പെട്ടതാ. ആകാശത്തിലൂടെ നാം സഞ്ചരിക്കാൻ തുടങ്ങിയാൽ എത്ര കാലം സഞ്ചരിച്ചാലും ഇത്ര ദൂരം വന്നു എന്ന് നമുക്ക് തോന്നാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലേക്കുള്ള പ്രവേശവും അതിലുള്ള നീന്തിക്കളിക്കലും എല്ലാം തന്നെ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ എന്ന് സുപ്രസിദ്ധമായിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. എന്താ ഈ ശ്ലോകത്തിനർത്ഥം? ശ്രീമദ് ഭാഗവതാഖ്യോയം, ശ്രീമദ് ഭാഗവതം എന്ന് പേരുള്ള ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഈ ശാസ്ത്രം. സാധാരണ ഭാഗവതം വേറെ ഒന്നുണ്ട്, അത് ദേവീ ഭാഗവത. ഈ ഭാഗവതം ശ്രീമദ് ഭാഗവതമാണ്. എപ്പോഴും പറയുന്ന സമയത്ത് നിങ്ങൾ ഭാഗവതം എന്ന് മാത്രമായിട്ട് പറയരുത്, ശ്രീമദ് ഭാഗവതം എന്ന് പറയണം. മറ്റത് ദേവീ ഭാഗവത, പുരാണങ്ങളിൽപ്പെട്ടതാണ് ദേവീ ഭാഗവതം. ശ്രീമദ് ഭാഗവതം അങ്ങനെ പുരാണങ്ങളിൽപ്പെട്ടതല്ല. അത് തനതായി പാരമഹംസ്യ സംഹിതയായി നിലനിൽക്കുന്നു. പരമഹംസനാണ് അത് രചിച്ചത്. മാത്രമല്ല അത് വായിക്കുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ ഹംസപദവിയിൽ നിന്ന് ഉയർത്തി പരമഹംസരാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ തരത്തിലുള്ള അവതരണങ്ങളും സംവാദങ്ങളും ചർച്ചകളും എല്ലാം തന്നെ അതിന് പറ്റിയ തരത്തിലുള്ള ഒന്നാണ് ഈ ശ്രീമദ് ഭാഗവതം. തത്വസമുച്ചയമാണ് എവിടെ നോക്കിയാലും. അത് പ്രഹ്ലാദൻ സംസാരിക്കുകയാണെങ്കിൽ, ധ്രുവൻ സ്തുതിക്കുകയാണെങ്കിൽ, ശൃംഗിയോട് അച്ഛൻ സംസാരിക്കുന്നതാണെങ്കിൽ അവിടെ, കപിലൻ ദേവഹൂതിയോട് അമ്മയോട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ, സർവ്വദിക്കലും നിങ്ങൾക്കത് വളരെ വിശദമായി കാണാം. അങ്ങനെ വിശേഷപ്പെട്ട ഈ ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. ഒന്ന് പറയൂ, പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. എനിക്കൊരു തൃപ്തി വരണില്ലപ്പാ. ഈ 3 വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. ഇനി എന്നോട് രണ്ടാമത് പറയിപ്പിക്കരുത് കേട്ടോ. അത് മനുഷ്യത്വത്തിനും ശ്രദ്ധയ്ക്കും ചേർന്നതല്ല. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷമായി കൃഷ്ണൻ തന്നെ. കൃഷ്ണനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദേവകിയുടെ ഗർഭത്തിൽ നിന്നാണ് ജനിച്ചത്. ഉടനെ അച്ഛനോട് പറഞ്ഞു, എന്നെ കൊട്ടയിൽ വെച്ച് ഇപ്പം തന്നെ നാട് കടത്തണമെന്ന്. അമ്പാടിയിൽ വൃന്ദാവനത്തിൽ കൊണ്ടുപോയി അവിടെ കിടക്കണ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പിറന്ന കുട്ടി പറയുക. അതിനെന്താ കാരണമുണ്ടോ? ഉണ്ട്, വെറുതെ ഒന്നും പറയില്ല. വസുദേവനുണ്ടല്ലോ, മഹാവിഷ്ണുവിനെ, ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനെ കുറിച്ച് തപസ് ചെയ്തു. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഇതാരാ പറയുന്നത്? വസുദേവൻ നാരദരെ വിളിച്ച് പറയുകയാണ് ദ്വാരകയിൽ. നാരദ മഹർഷേ, എനിക്ക് വല്ലാത്തൊരു തെറ്റുപറ്റി. എന്താ അത്? മഹാവിഷ്ണുവിനെ കുറിച്ച് തപസ് ചെയ്തു ഞാൻ. എന്നിട്ടോ അദ്ദേഹം എൻ്റെ മുൻപിൽ പ്രസാദിച്ച് അങ്ങനെ നിന്നു. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. മോക്ഷം പോലും ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടാവും. അതിന് തയ്യാറായപ്പോൾ ഞാൻ ശ്രീഹരിയോട്, മഹാവിഷ്ണുവിനോട് പറഞ്ഞത് എന്താ? അങ്ങെനിക്ക് മകനായിട്ട് ജനിക്കണമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, കേൾക്കണില്ല. മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ ഈ പറയണത്? അനന്തമായ വിശ്വം മുഴുവനും താങ്ങിത്തലോടി നിലനിർത്തുന്ന മഹാവിഷ്ണു തൻ്റെ കുഞ്ഞായിട്ട് ജനിക്കണം എന്ന് പറയുമ്പോൾ ആ ആൾക്ക് എത്രത്തോളം പ്രഭാവം വേണം ആ കുഞ്ഞിന് അച്ഛനാവാൻ? അതൊന്നും ആലോചിച്ചില്ല മരമണ്ടൻ. ഒന്ന് ചിരിച്ചു, അപഹസിച്ചൊന്നുമില്ല. എന്നിട്ട് അങ്ങനെ പോയി. എന്നിട്ട് ജനിച്ച കുട്ടിയാ. എന്താ പറഞ്ഞത്? എനിക്ക് കുട്ടിയായിട്ട് ജനിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അവിടെ നിങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ജനിച്ച ഉടനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇതാ ഇപ്പം കൊണ്ടോക്കോളൂ. വൃന്ദാവനത്തിൽ കൊണ്ട് കിടത്തി മടക്കി, ഇപ്പം തന്നെ ഈ രാത്രി തന്നെ മടങ്ങി വരണമെന്ന്. അങ്ങനെ ചെയ്തു. അപ്പോൾ വളർത്താനോ ഒന്ന് ഉമ്മ വയ്ക്കാനോ ലാളിക്കാനോ ഒന്നുമുള്ള ഭാഗ്യം കിട്ടിയില്ല. ആ കൃഷ്ണൻ നിന്ന് പരമാത്മസ്വരൂപിയായി വരുന്നവർക്കെല്ലാവർക്കും മോക്ഷം ധാരാളം വിതരണം ചെയ്യണു.
ഞാൻ അച്ഛനായിപ്പോയല്ലോ, അതുകൊണ്ട് എൻ്റെ ആ മമത, എൻ്റെ മകൻ എന്നുള്ള വിചാരം എന്നെ അന്ധനാക്കി തീർക്കണു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ, മകൻ്റെ മുൻപിൽ ചെന്നിരുന്ന് ഒരു മോക്ഷം വേണമെന്ന് പറഞ്ഞ് ചോദിക്കാനോ മകനെ കൊണ്ട് ഉപദേശിപ്പിക്കാനോ സാധിക്കുന്നില്ല. അങ്ങനെ വല്ലാത്തൊരമളിയിൽപ്പെട്ട് വല്ലാതെ കുഴങ്ങാണ്. ഈ കുഴക്കമൊന്ന് മാറ്റി അങ്ങ് എനിക്ക് ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഈ കൃഷ്ണൻ്റെ ജന്മം അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് ആ ജന്മത്തിൽ എന്തെല്ലാം ഉണ്ടായി പോയി വന്നു സർവ്വകാര്യങ്ങളും അറിയാം. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് 10ാം സ്കന്ധത്തിലാണ്. 10ാം സ്കന്ധത്തിലാണ് കൃഷ്ണൻ്റെ ജന്മവും വളർച്ചയും പല വിധത്തിലുള്ള വിക്രമങ്ങളും വീര്യങ്ങളും പരാക്രമങ്ങളും സാഹസങ്ങളും ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ ബഹുമുഖമായിരിക്കുന്ന കർമ്മസമുച്ചയങ്ങളെല്ലാം ചെയ്തു തീർത്തു കഴിഞ്ഞു. എന്നിട്ട് ഈ കൃഷ്ണൻ എന്താ ചെയ്യണേ? അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാവരും പൊതുവെ ഇഷ്ടപ്പെടുന്നത് ദശമസ്കന്ധമാണ്. ആ ദശമസ്കന്ധത്തിൽ കൃഷ്ണൻ്റെ ചരിത്രം മുഴുവനും ചരിതം മുഴുവനും വർണ്ണിച്ചതിന് ശേഷം 11ാം സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. അതാണ് മുക്തിസ്കന്ധം. ആ ഒരു പേര് ഇവിടെ തെക്കേ ഇന്ത്യയിൽ ആരും പറയാറില്ല, എന്നാൽ വടക്കേ ഇന്ത്യയിൽ വളരെ പ്രചാരമാണ്. ആ മുക്തിസ്കന്ധത്തിൽ കൃഷ്ണനാണ് പറയുന്നത്. കൃഷ്ണനേക്കാൾ പറ്റിയ ഒരാളുണ്ടോ മോക്ഷത്തിനെ പറ്റി സംസാരിക്കാൻ? അദ്ദേഹം ഒരു മുക്തനായിട്ട് തന്നെയല്ലേ ജനിച്ചതും വളർന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ. ആ കൃഷ്ണൻ സ്വയം സംസാരിക്കുകയാണ് മോക്ഷത്തിനെ പറ്റി. സംസാരിക്കുകയല്ല, മുക്തനാക്കി തീർത്തു. ആരെ? ഉദ്ധവനെ. ആ 11ാം സ്കന്ധത്തിൽ കൃഷ്ണൻ്റെ തന്നെ അന്തിമ ഉപദേശമാണ് അവിടെ. 10ാം സ്കന്ധം കഴിഞ്ഞ് കൃഷ്ണൻ്റെ ഉപദേശം വർണ്ണിക്കുന്നതിന് മുൻപ് നവയോഗികളെ കൊണ്ടുവന്ന് നിർത്തി നിമിചക്രവർത്തിയുടെ യാഗത്തിൽ എത്തിച്ചേർത്ത്, നിമിചക്രവർത്തി യാഗം നിർത്തി അവരെ എല്ലാവരെയും എണീറ്റ് സ്വീകരിച്ചു, കാല് കഴുകി കുടിക്കാനൊക്കെ കൊടുത്തു. എന്നിട്ട് ഇരുത്തിയതിന് ശേഷം അവരുടെ മുൻപിൽ ചമ്പ്രം പടിഞ്ഞങ്ങോട്ട് ഇരുന്നു. ഋത്വിക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് ഭാഗവത ധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു തരൂന്ന്. ഭാഗവത ധർമ്മങ്ങൾ. ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ആരാണോ തന്നെ ഭഗവാന്റേതാണെന്ന് കരുതുന്നത് ആ ആൾ ഭാഗവതനായി. ആരെയാണോ ഭഗവാൻ തൻ്റേതായി സ്വീകരിച്ചിരിക്കുന്നത് ആ ആൾ ഭാഗവതനാണ്. ആ ഭാഗവതനാകാനുള്ളതും ഭാഗവതന്മാരായാൽ അവരെങ്ങനെ പെരുമാറും എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് 9 യോഗികളാണല്ലോ, ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വീക്ഷണകോണിൽ നിന്ന് എന്തെല്ലാം കണ്ടു അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് പ്രധാനമായിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആദ്യം. അത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനുള്ള രംഗമാണ്. ആ ശ്രീകൃഷ്ണൻ അവസാനമായി ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് ഉപദേശിച്ചിട്ടുണ്ടോ? എവിടെയാ? അന്ന് കൃഷ്ണന് മധ്യവയസ്സാണ്. ഉപദേശം നൽകിയതോ 4 കുതിരകളുടെ കടിഞ്ഞാണ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിൻഭാഗത്ത് അർജുനൻ നിൽക്കാനും നടക്കാനും വയ്യാതെ അമ്പും വില്ലും താഴത്തിട്ട് ഇരിക്കുകയാണ്. ആ അർജുനനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സംസാരിച്ചു 2-2.5 മണിക്കൂർ നേരം. എന്തിനു വേണ്ടി? അർജുനൻ്റെ മനസ്സിൻ്റെ മൗഢ്യം, മോഹം, ദുഃഖം, സംശയം, അജ്ഞാനം എല്ലാം നീക്കി അവിടെ തന്നെ ആ ക്ഷീണം മാറ്റി, തകർച്ച മാറ്റി, തളർച്ച മാറ്റി, എഴുന്നേൽപ്പിച്ച് അമ്പും വില്ലും എടുപ്പിച്ച് ഞാൻ ഒരു മഹാഭാരത യുദ്ധമല്ല, വേണ്ടി വന്നാൽ 12 എണ്ണം ചെയ്തോളാം എന്ന് പറയിപ്പിച്ചു. അതൊരു കർമ്മശാസ്ത്രമാണ്. അവിടെ ആവശ്യം അർജുനൻ തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്ന തേരാളിയായിട്ട്. 13 കൊല്ലത്തെ പരിശ്രമം നടത്തിയിട്ടുണ്ട് ആര്? അർജുനൻ. ഈ മഹാഭാരത യുദ്ധം ചെയ്യണം എന്ന് കരുതി. ആ 13 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷവും അവിടെ വന്ന് നോക്കിയപ്പോൾ തളർന്നു പോയി. ഭീഷ്മനെയും ദ്രോണനെയും നോക്കിയപ്പോൾ ആ തളർച്ച മാറ്റി തൻ്റെ പ്രിയപ്പെട്ട അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണം, 18 ദിവസം വിജയശ്രീയിൽ ആളിതനാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിച്ചത്. ആ ഉദ്ദേശം പൂർണ്ണമായി സഫലമായി. അങ്ങയുടെ ഉപദേശം ഞാൻ കേട്ടു എൻ്റെ പൊന്നുകൃഷ്ണ. എനിക്ക് ആശയത്തെളിച്ചമുണ്ടായി. എൻ്റെ മനസ്സിനും ബുദ്ധിക്കും നല്ല സ്ഥൈര്യവും തെളിച്ചവുമായി. ഞാൻ അമ്പും വില്ലും എടുക്കുകയായി. 12ഓ 20ഓ മഹാഭാരത യുദ്ധം ചെയ്ത് കളയാം, അങ്ങ് എൻ്റെ കൂടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എത്ര ഭംഗിയായി നിർവഹിച്ചു. അതൊരു കർമ്മശാസ്ത്രമാണ്. ഈ കർമ്മശാസ്ത്രം കൊണ്ട് മാത്രം മനുഷ്യജന്മത്തിന് സാഫല്യം വരുമോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ എത്ര വയസ്സ് ജീവിക്കും? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഒരു 70-80 വയസ്സ് നമ്മൾ ജീവിക്കേണ്ടവരാണ്.
ഇന്ന് കാലത്തിപ്പോൾ ആവറേജ് ശരാശരി ജീവിതത്തോടൊക്കെ വളരെ കൂടിയിരിക്കുകയാണ് ഇന്ത്യയിൽ. മരണസംഖ്യ കുറവാണ്. അപ്പോൾ ഇത് കൂടിയിരിക്കുക. അതിൽ ഒരു 21 വയസ്സ് വരെയാണ് ദേഹം വളരുന്നത്. അത് കഴിഞ്ഞാൽ ദേഹത്തിൻ്റെ വളർച്ച നിന്നു ക്ഷീണിക്കാൻ തുടങ്ങി. പിന്നെ ഉണ്ടാവുന്നത് എന്താ? ക്ഷയം. അങ്ങനെ ദേഹം ക്ഷയിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്രായപൂർത്തി വന്നത്. നമ്മുടെ സ്വന്തം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ച് ശ്രദ്ധയോടുകൂടി പിന്തുടരാം എന്നുള്ളൊരു നില വന്നപ്പോൾ ശരീരത്തിൻ്റെ വളർച്ച നിന്നാൽ പിന്നെ വളരാനുള്ളത് എന്താ? നമ്മുടെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയുമാണ്. ആ മനസ്സും ബുദ്ധിയും അന്ത്യശ്വാസം വരെ വളരാൻ വിരോധമില്ല, നിങ്ങൾ പരിശ്രമിക്കുമെങ്കിൽ. അങ്ങനെ വളരാനുള്ള ജീവിതത്തിൽ മധ്യവയസ്സ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ? പോരാ. നമുക്ക് കുറേ കഴിഞ്ഞാൽ അടുത്തൂൺ അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ അടുത്തൂണൊക്കെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെയും 10, 20, 30 കൊല്ലം വരെയൊക്കെ ജീവിക്കാം. ആ സമയത്തൊരു മനുഷ്യൻ എന്ത് ചിന്തിക്കണം, എങ്ങനെ വേണം? താൻ വളരെ കുശലനായി പ്രവർത്തനക്ഷമനായി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലോകത്തിൽ, അതേ ദേഹത്തിൽ തനിക്ക് ഇനി അതുപോലെ ജീവിക്കാൻ പറ്റാത്തൊരു ദശ വരും. അപ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? അപ്പോൾ കർമ്മോന്മുഖത്വം മാത്രം നമുക്ക് പോരാ, കർമ്മപ്രഭാവം മാത്രം പോരാ, കർമ്മവിരാമപ്രഭാവവും കൂടി നമുക്ക് വേണം. ആ കർമ്മവിരാമപ്രഭാവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുത്താലേ മനുഷ്യ ജീവിതത്തിനുള്ള ഉപദേശം പൂർണ്ണമായൂ, പുഷ്കലമാവൂ. അതാണ് ഈ അവസാന കാലത്ത് നിർവഹിക്കാൻ കൃഷ്ണൻ നിർബന്ധിതനായതും ചെയ്തതും. അതെങ്ങനെയുണ്ടായി? താൻ ലോകത്തിൽ ചെയ്യാനുള്ള കൃത്യങ്ങളൊക്കെ ചെയ്തു, അവസാനിച്ചു. ഇനി തനിക്ക് തിരിച്ചു പോകാൻ ഒരു വിഷമവും ഇല്ല. ബ്രഹ്മാവ് ഭൂമിയുടെ ഭാരം കുറയ്ക്കണം. എന്താ ഈ ഭൂഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭൂഭാരം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് നമ്മളെ എടുക്കാൻ വയ്യ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം എന്നാണോ? അല്ല. ഭൂലോകത്ത് മനുഷ്യർ ജീവിക്കുമ്പോൾ നല്ലോണം പോലെ ജീവിക്കണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, പ്രകൃതിയെ അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യരുത്, ഭൂമിയെ കേടുവരുത്തരുത്, വായുവെ കേടുവരുത്തരുത്, ജലത്തിനെ കേടുവരുത്തരുത്, ഒരു തരത്തിലുള്ള ക്ഷതവും ഏൽപ്പിക്കാതെ നമുക്ക് പിന്നിൽ വരാൻ പോകുന്ന അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട സമ്പദ് സമൃദ്ധമായ പ്രകൃതി സുന്ദരമായിരിക്കുന്ന ഒരു ഭൂമിയാണ് നമ്മൾ പ്രദാനം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ മനുഷ്യ സമുദായത്തെ തന്നെ ശിഥിലമാക്കത്തക്ക വിധം ദുഷ്പ്രേരണകളോടുകൂടി ദുസ്സാഹസങ്ങളോടുകൂടി ജീവിക്കുന്ന കൂട്ടരുണ്ടെങ്കിൽ അതൊക്കെ ഭൂമിക്ക് ഭാരമാണ്. പിന്നെ ഒരു ഭാരം എന്താ? എത്ര ജനങ്ങളുണ്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, ഇത്ര ഭക്ഷണമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇതൊക്കെ നനച്ച് വെളുപ്പാക്കിയിട്ടൊക്കെ വേണ്ടേ, അപ്പോൾ സാധിക്കില്ല എന്നൊരു നില വന്നാലും ഭൂമിക്ക് ഭാരമായി. അങ്ങനെ ഭൂഭാരം കൊണ്ട് ഭൂമി ബുദ്ധിമുട്ടുന്നു, എനിക്ക് കുറച്ച് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് അത്രേ കൃഷ്ണൻ അതിന് തയ്യാറായത്. ഞാൻ ഇന്നാൾ നമ്മുടെ സതീഷ്ജിയോട് കണക്കാക്കി പറയാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു 15 കോടി ജനങ്ങളെയാണ് ശ്രീകൃഷ്ണൻ നേരിട്ടും അല്ലാതെയും കൊന്നൊടുക്കിയിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷൗഹിണി സേനയാണ്. 23 അക്ഷൗഹിണി സേനയോടുകൂടി ജരാസന്ധനെ കൊണ്ട് 17 പ്രാവശ്യം മധുരയെ ആക്രമിച്ചു. ആദ്യത്തെ ആക്രമണത്തിൽ എല്ലാ സേനയും നശിപ്പിച്ച് ബലരാമൻ ഹലായുധവും കൊണ്ടങ്ങോട്ട് ചെന്നു അടിക്കാൻ തലയിൽ തടുത്തു. ചേട്ടാ വേണ്ട വേണ്ട, അവൻ പോട്ടെ പോട്ടെ, അവൻ പോയാൽ ഇനിയും 23 അക്ഷൗഹിണി സേനയോടുകൂടി തിരിച്ചു വരും എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ഈ ദുഷ്ടന്മാർക്ക് മാത്രമേ ദുഷ്ടന്മാരെ കൂട്ടാൻ പറ്റുള്ളൂ, നല്ലവർക്ക് സാധിക്കില്ല, പോലീസുകാർക്കും പറ്റില്ല. അപ്പോൾ ഈ ദുഷ്ടന്മാരെ 23 അക്ഷൗഹിണി സേന ദുഷ്ടന്മാരെ പങ്കു ചേർക്കണമെങ്കിൽ അത് ജരാസന്ധനെ പോലെ ഒരാൾക്കേ പറ്റുള്ളൂ. എന്നിട്ട് ആ ജരാസന്ധനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? വളരെ രസകരമാണ് കാര്യം. എങ്ങനെയാണ് ഉണ്ടായത്? ജരാസന്ധനെ നേരിട്ട് യുദ്ധം ചെയ്യാനോ തോൽപ്പിക്കാനോ കൃഷ്ണൻ പറയുകയാണ് എനിക്കും കൂടി സാധിക്കില്ല എന്ന്. അത്രയധികം സേനകളുടെ ഓരോരോ ഘട്ടങ്ങളും പർവ്വതങ്ങളുമൊക്കെയാണ് ജരാസന്ധൻ്റെ രാജധാനിക്ക് ചുറ്റും. അപ്പോൾ ആ ജരാസന്ധനെ കാണാനായി പിൻവാതിൽ കൂടി പോയി അവിടുത്തെ പർവ്വതത്തെ ഇടിച്ച് തകർത്ത് അവസാനം സ്നാതക ബ്രാഹ്മണ വേഷത്തിലാണ് കൃഷ്ണനും അർജുനും ഭീമനും കൂടി ചെന്നത്. ഈ സ്നാതക ബ്രാഹ്മണ വേഷം കണ്ടാൽ ഉടനെ ജരാസന്ധൻ നമസ്കരിച്ച് അനുഗ്രഹം ആവശ്യപ്പെടുമത്രേ. അങ്ങനെ തന്നെ ഉണ്ടായി. എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലായതിന് ശേഷം നിങ്ങൾ ഈ വേഷത്തിൽ വന്നിട്ടുണ്ടല്ലോ, കൃഷ്ണൻ പറഞ്ഞു അർദ്ധരാത്രി കഴിഞ്ഞ് ഇവർ സംസാരിക്കുള്ളൂ എന്ന്. ശരിയെന്നും പറഞ്ഞ് അദ്ദേഹം പോയി അർദ്ധരാത്രി കഴിഞ്ഞ് മടങ്ങി വന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല.
അപ്പോൾ നിങ്ങൾ സ്നാതക ബ്രാഹ്മണരുടെ വേഷത്തിൽ വന്നിട്ടുണ്ടല്ലോ, കൈ നോക്കുമ്പോൾ ഞാണ് അതിൻ്റെ തഴുമ്പ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ആരാ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വേഷം മാറി വന്നവരാണ്, അങ്ങയോട് യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആ യുദ്ധത്തിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്, യുദ്ധമാണ് ആവശ്യപ്പെടുന്നത്. ഒന്നിലോ എൻ്റെ സേനയോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാം, ഞാൻ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാളോട് ദ്വന്ദ്വയുദ്ധം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭീമനെ തിരഞ്ഞെടുത്തത്. 13 ദിവസം നീണ്ടു നിന്നു ആ യുദ്ധം. അവസാനം ഭക്ഷണം കഴിക്കാതെ 13 ദിവസം കഴിഞ്ഞ് കൃഷ്ണൻ്റെ ഉപദേശത്തോടു കൂടി, തക്ക കൗശലപ്രയോഗത്തോടു കൂടി ജരാസന്ധൻ വീണു. ഇങ്ങനെ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്ത് അത് മുഴുവൻ അവസാനിപ്പിച്ച് കുറച്ചൊരു വിശ്രമം കൊണ്ടിരിക്കുകയാണ് എവിടെ? ദ്വാരകയിൽ. ആ സമയത്താണ് ബ്രഹ്മാവിൻ്റെ വരവ്. ബ്രഹ്മാവും കൂട്ടരും കൂടി വന്ന് നിന്ന് അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. മഹാപ്രഭോ, അങ്ങ് ഉപരിലോകത്തെ വിട്ട് ഇവിടെ വന്നിട്ട് കാലം എത്രയായി? ആ കസേരയിലിരിക്കാൻ വേറെ ആരുമില്ല, സാധ്യമല്ല. അതാണ് അവിടുത്തെ സ്ഥിതി. ഞങ്ങളൊക്കെ ആകാംക്ഷയോട് കൂടിയാണ് മടങ്ങി വരാൻ. ബ്രഹ്മാവ് ആവശ്യപ്പെട്ടതൊക്കെ നടത്തി കഴിഞ്ഞു, നേരം വരണം, നേരം വൈകിക്കരുത്, വരണമെന്ന്. അതുതന്നെയാണ് എൻ്റെ മനസ്സിലും ഉദ്ദേശം. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്ത്? എൻ്റെ ജന്മം കൊണ്ടും എൻ്റെ വിക്രമവീര്യ പരാക്രമങ്ങൾ കൊണ്ടും സാഹസം കൊണ്ടും വിഷ്ണുകുലത്തിന് വലിയ ഗർവും ഹുങ്കൊക്കെ വന്നിരിക്കുകയാണ്. ഞാനുള്ളപ്പോൾ അവരെ തടുത്തു നിർത്താൻ ആൾക്കാരുണ്ട്, ഞാനുണ്ട്. ഞാൻ പോയാൽ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രത്തെ പോലെ അവർ സമാജത്തിനെ മുഴുവനും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു വൈരമുണ്ടാക്കി തീർത്ത് തർക്കവും തകരാറും ഉണ്ടാക്കിയിട്ട് ആ വിഷ്ണുകുലത്തെ കൂടി നശിപ്പിച്ചതിന് ശേഷം ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. കൃഷ്ണൻ്റെ അവതാരം പൂർണ്ണാവതാരം എന്നാണ് പറയുക. എന്താ ഈ പൂർണ്ണത? ഇതന്നെ ഈ പൂർണ്ണത. നിങ്ങളുടെ കയ്യിൽ ധാരാളം സ്വത്തുണ്ട്, കാശുണ്ട്, കുട്ടികൾ 3-4 ആളുണ്ട്. അതിൽ ഒരാൾ മഹാ തകരാറുകാരനാണെന്ന് നല്ലോണം അറിയാം. അപ്പോൾ ആ സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്താൽ അവൻ എന്ത് ചെയ്യുകയാണാവോ, അച്ഛൻ പോകാൻ കാത്തിരിക്കുക എന്നൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ സ്വത്ത് കൊടുക്കാതെ സൂക്ഷിച്ച് പരിപാലിക്കാൻ വല്ലതും ചെയ്യാൻ തയ്യാറുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുതന്നെയാണ് നിങ്ങളുടെ തകരാറ്. കൃഷ്ണൻ എന്താ പറഞ്ഞേ? എൻ്റെ കുലത്തിനെ പോലും നശിപ്പിച്ച്, എന്നിട്ട് ആ കുലം തമ്മിൽ തുടങ്ങിയപ്പോൾ അവിടെ തടുക്കാൻ ചെന്നപ്പോൾ കൃഷ്ണനെ പൊതുരെ തല്ലിയവർ. അപ്പോൾ കൃഷ്ണൻ തീരുമാനിച്ചു, ഇനി ഈ ലോകത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പോയി മരത്തിൽ ചെരിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു വേടൻ്റെ ആയുധമേറ്റ് കൃഷ്ണൻ മരിച്ചു പോയത്. അങ്ങനെ ദ്വാരകയിൽ വിശ്രമം കൊള്ളുന്ന സമയത്ത് ഏറ്റവും വിശ്വസ്തനുമാണ്, മന്ത്രിയുമാണ് ആര്? ഉദ്ധവൻ. വലിയ ഭക്തനാ. കൃഷ്ണൻ എവിടെ പോയാലും ഉദ്ധവനെ കൂടെ കൊണ്ടുപോകും. എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ ഉദ്ധവ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഉപദേശപ്രകാരം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉദ്ധവൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് പറയുകയാണ്. എന്താ പറയണത്? കൃഷ്ണന് 125 വയസ്സായി. 125 വയസ്സ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യായസ് 120 എന്നാ വെപ്പ്. ഇത് 120 കഴിഞ്ഞു. സാധാരണ പറയും 60-നപ്പുറം പിറുപിറുപ്പ് എന്ന്. പകുതി വയസ്സാകുമ്പോഴേക്കും പിറുപിറുപ്പ് തുടങ്ങും. മക്കളെയും പിടിക്കില്ല, ഭാര്യയും പിടിക്കില്ല, ഭർത്താവിനെയും പിടിക്കില്ല, ഒക്കെ തെറ്റേ എന്ന് പറയുന്നവരാ. ഒരു കൂസലം കൂടാതെ മന്ദസ്മിത മുഖത്തോടു കൂടി കൃഷ്ണൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇനിയും ജീവിക്കാൻ പുറപ്പെട്ടാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മടങ്ങി വരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു. ഈ വർത്തമാനം ഉദ്ധവൻ അറിഞ്ഞു. അപ്പോഴേക്കും ദ്വാരകയിൽ പല വിധത്തിലുള്ള ദുശ്ശകുനങ്ങൾ കണ്ടു തുടങ്ങി. കൃഷ്ണൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, ഇനി ഇവിടെ ഇരിക്കാൻ ശരിയല്ല, നിങ്ങൾ പ്രഭാസ തീർത്ഥത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും പ്രഭാസത്തിലേക്ക് പറഞ്ഞയച്ചു. ആ സമയത്താണ് ഉദ്ധവൻ അടുത്ത് ചെന്ന് പറയുന്നത്. ഈ ഉദ്ധവൻ പറയുന്ന പറച്ചിലുണ്ടല്ലോ, വളരെ വളരെ വിശേഷപ്പെട്ട ഒരു പറച്ചിലാണ്. ശ്രീമദ് ഭാഗവതം അറിയുന്നവരെല്ലാവരും ഈ ശ്ലോകം നമ്മുടെ ഈ പുണ്യമായ ഭാരതഭൂമിയിൽ മുക്കിലും മൂലയിലും ചൊല്ലുന്നതാണ്. ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതത് കുലം നൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വരഃ. അവിടെ ചെന്നിട്ട് ഉദ്ധവൻ പറയാണ്, ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന. എല്ലാ ദേവന്മാർക്കും ഈശനായുള്ളവരെ
ഈശന്മാർക്ക് പോലും ഈശനായുള്ളവേ യോഗചക്രവർത്തി, പുണ്യശ്രവണ കീർത്തന, കൃഷ്ണനെ പറ്റി എന്തെങ്കിലും കേൾക്കുക, കൃഷ്ണനാമങ്ങൾ ഉച്ചരിക്കുകയൊക്കെ വളരെ പുണ്യമാണ്. സംഹൃത്യൈതത് കുലം നൂനം, അങ്ങയുടെ ഈ കുലത്തെ നശിപ്പിച്ചതിന് ശേഷം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ, ഈ ലോകത്തെ അങ്ങ് ഉപേക്ഷിക്കാൻ പോവാണ്. വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്നതീശ്വര. ബ്രാഹ്മണൻ്റെ അടുത്ത് ഒരു ശാപമേറ്റു, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ആ ശാപം മൂലമാണ് ഈ കുലം നശിച്ചു പോയത്. ആ ശാപത്തിനെ നിരാകരിക്കാനും ഇല്ലാതെയാക്കാനും അങ്ങയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ പോലും പ്രത്യഹന്നയതീശ്വര, അങ്ങങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങയുടെ പോക്ക് സുനിശ്ചിതമാണ്. ആ പോക്ക് അങ്ങനെ ആവട്ടെ, പക്ഷേ ഞാൻ അങ്ങയുടെ കൂടെ ഇത്ര കാലവും ഒരുമിച്ച് ജീവിച്ചു വന്നവനാണ്. അങ്ങ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഉച്ഛിഷ്ടം ഭുജിച്ച് ഉടുത്തഴിച്ചിട്ടുള്ള വസ്ത്രം എടുത്തുവിട്ടത് അത്രത്തോളം സാമീപ്യത്തോടു കൂടി വളർന്നു വന്നിട്ടുള്ള വിനയാന്വിതനായിരിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. എനിക്ക് ഭക്തി മാത്രമേ അറിയുള്ളൂ. എന്നോട് ശ്വാസം പിടിച്ചു നിർത്തേണ്ട, പ്രാണായാമവും പറയേണ്ട, കഠിന തപസ് ചെയ്യണ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ കൃഷ്ണപരമാത്മാവോടുള്ള ഭക്തിയുണ്ട്, ഭക്തിയുണ്ട്, ഭക്തിയുണ്ട്. ആശ്രയമുണ്ട്, ആശ്രയമുണ്ട്. സംഘമുണ്ട്, സാമീപ്യമുണ്ട്. അതിൽ പല വിധത്തിലുള്ള രസവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമഭികേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. നിങ്ങളെല്ലാവരും ഒന്ന് ചൊല്ലുമോ ഈ ശ്ലോകം? എല്ലാ ഭാഗവതന്മാരും ചൊല്ലുന്ന ശ്ലോക ഇന്ത്യയിൽ മുഴുവനും. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമഭികേശവ ത്യക്തും സമുത്സഹേനാഥ. എന്താ ഞാൻ പറയണ കേൾക്കണില്ലേ? ത്യക്തും സമുത്സഹേ നാഥ, ത്യക്തും സമുത്സഹേനാഥ, ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. സ്വധാമനയമാമപി. ഞാനെങ്കിലും ഒന്ന് കേൾക്കട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും. നാഹം തവാഘ്രികമലം നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമഭികേശവ ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേനാഥ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. സ്വധാമനയമാമപി. ഭക്തന്മാരെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും പറയേണ്ടതും ഉറക്കെ പാടേണ്ടതുമാണ് ഈ 4 വരികൾ. ഞാൻ തവ ആഘ്രികമലം, അങ്ങയുടെ പാദകമലത്തെ ക്ഷണാർദ്ധമപി, അരക്ഷണം പോലും, ഹേ കേശവ, അല്ലേ കേശവ, ത്യക്തും സമുത്സഹേനാഥ, എൻ്റെ നാഥ, അങ്ങയുടെ പാദകമലത്തിൽ നിന്ന് അരനിമിഷമെങ്കിലും അകന്നിരിക്കാൻ, അതിനെ ഉപേക്ഷിച്ചിരിക്കാൻ ഈ ഉള്ളവന് ശക്തിയില്ലേ? ശക്തിയില്ലേ? സ്വധാമനയമാമപി, അങ്ങ് ലോകം വിട്ട് ഉപരിലോകത്തേക്ക് പോകാൻ, അങ്ങയുടെ സ്ഥാനത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ മഹാപ്രഭോ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണത്? അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോകണം. ഭക്തജനങ്ങളെ, തത്വജിജ്ഞാസുക്കളെ, ഈ ശ്ലോകം നിങ്ങൾക്ക് ഉള്ളുരുകി ചൊല്ലാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുക. നമ്മൾ ഭഗവാനോട് എന്തൊക്കെയാ കാണിക്കണത്? എത്ര കൊട്ട പൂവ് വർഷിക്കണു, എന്തെല്ലാം നിവേദ്യം കൊടുക്കണു, എത്രയൊക്കെ പണം ഭണ്ഡാരത്തിലിടണു. എന്നാൽ ഈ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വരുമോ? എൻ്റെ ഭഗവാനെ, അങ്ങേ വിട്ട് അരനിമിഷം പോലും അകന്നിരിക്കാൻ ഇവന് ശക്തിയില്ലേ? അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണമേ. ഇതാണ് ഭക്തി. ഭക്തൻ്റെ മൊഴിയാണത്, പ്രാർത്ഥനയാണത്, ആവശ്യമാണത്, നിർബന്ധമാണത്, ഭക്തൻ്റെ വീക്ഷണമാണിത്, നിശ്ചയമാണിത്. നമ്മളെ വാസ്തവത്തിൽ ഈശ്വരൻ ചുറ്റിയിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഇടതൂർന്ന് പരിലസിക്കുന്നു.
അതുകൊണ്ട് ഈശ്വരനെ വിട്ടിരിക്കണ ഒരു ചോദ്യമില്ല. അതെങ്ങനെയാ മനസ്സിലാവുക? അറിവ് കൊണ്ടേ മനസ്സിലാവുള്ളൂ. സാധാരണ ഈ ഭക്തിയിൽ മനസ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. മനസ്സ് വിട്ട് നമ്മുടെ ബുദ്ധിയെയും നാം വിനിയോഗിക്കണം. കൃഷ്ണൻ ഇവിടെ അത് വ്യക്തമാക്കുന്നുണ്ട്. ആ ഭാഗം എടുക്കുന്നു ഞാൻ വിചാരിക്കുന്നു. വളരെ വിശേഷപ്പെട്ടതാണ് ഈ ബുദ്ധിയുടെ പ്രയോഗം. ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഗുണദോഷത്തോടു കൂടി ചിന്തിക്കുക, വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ചറിയുക. എന്തിനെക്കുറിച്ച് കണ്ടാലും കേട്ടാലും പെട്ടെന്ന് അങ്ങോട്ട് ചാടി വീഴാതെ ഈയാമ്പാറ്റയെ പോലെ ആലോചിച്ച് വിചിന്തനം ചെയ്ത് സുനിശ്ചിതമായിട്ട് വേണം തീരുമാനം എടുക്കാൻ. അപ്പം എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങളാണെങ്കിൽ എന്തു മറുപടി പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ അനവധി ആൾക്കാർ, ജനിച്ചവരൊക്കെ മരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ മരിക്കാനും പോകുന്നുണ്ട്. ജനനമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറമാണ് മരണം. ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത നമ്മുടെ ജനനവും അനുഭവിക്കാൻ സാധിക്കാത്ത ജീവിതവും, ഇത് രണ്ടിനും ഇടയിലുള്ള ഇടജീവിതമാണ് ജീവിതം. അപ്പം ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇരട്ടയെ പ്രസവിക്കുക എന്നൊന്നുണ്ട്. എന്നാൽ രണ്ടാൾ കൂടി മരിച്ച് ഒരാൾ മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ? എവിടേക്കാ മരണമുണ്ടോ? എവിടേക്കാ പോണത്? എങ്ങനെയാണ് അത് അറിയുക? എടോ ഞാൻ പോകുന്നുണ്ട്, താനും കൂടി വരിക, നമുക്ക് രണ്ടാൾക്കും കൂടി പോവാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശ്രീമദ് ഭാഗവതവും പരമഹംസൻ പറയുകയാണ്, കൃഷ്ണനെ കൊണ്ടുവന്ന് ഈ ചോദ്യം പരാമർശിക്കുന്നു അദ്ദേഹം. അപ്പോൾ എന്തു ചെയ്തു കൃഷ്ണൻ? ഉദ്ധവൻ പറയണത് ഞാൻ നല്ലോണം കേട്ടു, ഞാൻ പോകുന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് ഉദ്ധവനെയും കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാപ്പം അത്? പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, ഉദ്ധവ, ഞാൻ പോകുന്നതിന് മുൻപ് ഉദ്ധവൻ തന്നെയാ പോയിക്കളയൂ. അപ്പം പിന്നെ ബുദ്ധിമുട്ട് എനിക്കല്ലേ? ഞാൻ പോയി ഉദ്ധവൻ ഇരിക്കുമ്പോഴല്ലേ ഉദ്ധവന് ബുദ്ധിമുട്ട്. ഉദ്ധവൻ എന്നെ വിട്ട് ഇപ്പം തന്നെ പോയിക്കളയൂ ബദരികാശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞ് ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. പാവം. ആ ഘട്ടത്തിലും കൃഷ്ണൻ തോറ്റില്ല. പടക്കളത്തിൽ വെച്ച് ഉപദേശിച്ചത് ധീരമായി പടപൊരുതി വിജയശ്രീ ലാളിതനാവാനാണ്. 45 ലക്ഷം പടയാളികളായിരുന്നു. അതിൽ 10 ഒഴികെ എല്ലാവരും മരിച്ച പടക്കളത്തിൽ തന്നെ വീണു, പ്രാണഹീനരായി. അതിനാണ് അവിടെ ഉപദേശം കൊടുത്തത്. ഇവിടുത്തെ ഉപദേശമോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകാനുള്ള ബലവും വിവേകവും വിജ്ഞാനവും വൈരാഗ്യവും നിശ്ചയബുദ്ധിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു. പാവം ഉദ്ധവൻ മെതിയടി മാത്രം തരൂ എന്ന് പറഞ്ഞു. അത് മേടിച്ച് തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി അതിന് മുമ്പ് നമസ്കരിച്ച് കണ്ണീര് കൊണ്ട് പാദം മുഴുവൻ കഴുകി തിരിഞ്ഞു നോക്കി അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി ഹിമാലയത്തിൽ താമസിക്കൂ ഉദ്ധവ, ആ തണുത്ത കാറ്റേൽക്കട്ടെ, അളകനന്ദിയിൽ നല്ല പോലെ കുളിച്ച് ആ കുളിയുടെ കുളിർമ നല്ല പോലെ മനസ്സിനെയും തണുപ്പിക്കട്ടെ. എല്ലാ ദിക്കിലും എന്നെ മാത്രമായിട്ട് കാണൂ. ജനനം ഉണ്ടായത് കാലത്തിൻ്റെ പ്രയാണത്തിൻ്റെ ഫലമായിട്ടാണ്. അതുമാതിരി ശരീരം വീഴുന്നതും അതേ കാലത്തിൻ്റെ പ്രയാണത്തിൻ്റെ ഫലമായിട്ടാണ്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജീവിതം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് അവസാന നിമിഷം വരെ ജീവിക്കുക. മരണം മിണ്ടരുത്. ഒരാളെ എനിക്ക് കാണിച്ചു തരൂ, ഈ ലോകത്തിൽ മരിച്ചവൻ വന്ന് പറയട്ടെ, ഞാൻ മരിച്ചു എന്ന് പറയട്ടെ, ഇന്ന സ്ഥലത്താണ് താമസിക്കണതെന്ന് പറയട്ടെ. ബാക്കിയുള്ളവരല്ലേ പറയണത് അയാൾ മരിച്ചു എന്ന്. അവർക്ക് എന്താ അധികാരം പറയാൻ അയാൾ മരിച്ചു എന്ന്? അവർ കണ്ടതും കേട്ടതും ഒക്കെ ദേഹമാണ്. പക്ഷെ നമ്മൾ ദേഹമല്ലല്ലോ, ദേഹിയാണല്ലോ. ദേഹമാണെങ്കിൽ പിന്നെ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ദേഹമല്ലാത്തതായതുകൊണ്ടല്ലേ അതിൽ നിന്ന് പോയി എന്ന് പറയണത്. അപ്പം ദേഹമല്ലാത്ത എന്ത് മരണാവസരത്തിൽ ദേഹത്തെ വിട്ടു പോയോ ആ സാധനത്തിന് ദേഹമിരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? നിങ്ങൾ വിളിച്ചാൽ മിണ്ടണത് ദേഹമാണെങ്കിൽ ആ ദേഹം ഇവിടെ ഉണ്ടല്ലോ. ദേഹമല്ലാത്ത ഒന്നാണ് എന്നോട് മിണ്ടിയെന്ന് പറഞ്ഞാൽ ആ മിണ്ടുന്ന ആളെ നിങ്ങൾ അനവധി കാലം ദശാബ്ദങ്ങളോളം കൂടെ ജീവിച്ചിട്ടും കണ്ടെത്തിയിട്ടുണ്ടോ? ഇതല്ലേ സുയജ്ഞൻ്റെ പത്നിമാരോട് യമൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് പറഞ്ഞത് ശ്രീമദ് ഭാഗവതം വിവരിക്കുന്നത്. അപ്പം അസംബന്ധമൊക്കെ പറയണത് നിർത്തുക. നമ്മൾ
നിങ്ങൾ നിങ്ങളുടെ ജനനം അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ മരണവും അറിയാൻ പോണില്ല. കൃഷ്ണൻ്റെ ഭാഷയിൽ മൃത്യുഹു അത്യന്ത വിസ്മൃതി. മരണം എന്ന് പറയുന്നത് എണീക്കാത്ത ഒരുറക്കമാണ്. എന്നും നമ്മൾ മരിക്കുന്നുണ്ട് കിടന്നുറങ്ങി, പക്ഷെ അതിൽ നിന്ന് പിറ്റേന്ന് എണീന്നേൽക്കുന്നു. ഈ മരണത്തിൽ നിന്ന് നമ്മൾ എണീക്കില്ല. യർഹ്യേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗലഃ ഭവിഷ്യത്യചിരാത് സാധോ കലിനാപി നിരാകൃതഃ ന വസ്തവ്യം ത്വയൈവേഹ മയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മരുചിർ ഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. കൃഷ്ണൻ പറയാണ്, എൻ്റെ പൊന്നുദ്ധവ, ഞാൻ പോയിക്കഴിഞ്ഞാൽ ഉദ്ധവനിവിടെ ജീവിക്കാൻ യാതൊരു സൗകര്യവും ഉണ്ടാവില്ല. യദർഹ്യേവായം മയാ ത്യക്തോ, ഞാൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ ലോകോയം നഷ്ടമംഗലഃ, ഈ ലോകത്തിൽ മംഗളങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവും. ഭവിഷ്യത്യചിരാത് സാധോ കലിനാപി നിരാകൃതഃ, ഞാൻ ഇവിടുന്ന് പോകേണ്ട താമസം, ദ്വാരകയുടെ സമ്പ്രദായങ്ങളൊക്കെ മാറും. ഇപ്പോൾ ഈ കാണുന്ന ക്ഷേമവും മംഗളവും സുഖവും സൗകര്യവും ഒന്നും ഉണ്ടാവില്ല. ന വസ്തവ്യം ത്വയൈവേഹ, ഞാൻ പോയതിനു ശേഷം ഉദ്ധവ അരനിമിഷം പോലും ഇവിടെ ഇരിക്കാൻ പാടില്ല. മയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മരുചിർ ഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. കലിയുഗമാകും, പിന്നെ എല്ലാവർക്കും ദുർവാസനകളായിരിക്കും കൂടുതൽ, ജനങ്ങൾക്കൊക്കെ അധർമ്മത്തിലാവും രുചി. അതാണ് കലിയുഗത്തിൻ്റെ ഗതി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉദ്ധവൻ ഞാൻ പോയിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ, ഉദ്ധവ ഭവാൻ എന്നോട് പറഞ്ഞു എന്നെ കൊണ്ടുപോകുന്നു, എനിക്ക് പറയാനുള്ളത് അതല്ല. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃഗ്വിചരസ്വഗാം. ഞാൻ എണീറ്റ് നിന്ന് പറയണോ? ഒന്ന് കേൾക്കണപ്പാ. ത്വം തു സർവം പരിത്യജ്യ, പറയോ? എന്നാ പറയൂ. ത്വം തു സർവം പരിത്യജ്യ, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് മയ്യാവേശ്യ മനസ്സമ്യക് സമദൃഗ്വിചരസ്വഗാം. സമദൃഗ്വിചരസ്വഗാം. ശ്രീമദ് ഭാഗവതം എന്താ നമ്മെ ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ. 8 ശ്ലോകമാണ് ഇതിലുള്ളത്. ആദ്യമായിട്ട് ഉദ്ധവനോട് പറയുന്നതാ. പിന്നെയൊക്കെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും കൂട്ടലും കിഴിക്കലുമൊക്കെയാണ്. ആ രംഗമൊന്ന് ഓർമ്മ വയ്ക്കുവപ്പാ. ദ്വാരകയിൽ തൻ്റെ ജീവിതകൃത്യങ്ങൾ മുഴുവനും ചെയ്ത് പരിസമാപിച്ചതിന് ശേഷം വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കൃഷ്ണൻ. ബ്രഹ്മാവ് വന്ന് മടങ്ങിപ്പോകേണ്ട കാര്യം ഓർമ്മിപ്പിച്ച് അപേക്ഷിച്ചു പോയി. കാര്യങ്ങൾ അറിഞ്ഞ് വിഷമത്തിലായ ഉദ്ധവൻ അവിടെ ചെന്ന് അരനിമിഷം പോലും അങ്ങയുടെ പാദം വിട്ട് എനിക്ക് അകന്നിരിക്കാൻ പറ്റില്ല മഹാപ്രഭോ, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകുന്നു. ആ അവസാനത്തെ വാക്ക് ഒരു ഭക്തൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. എന്നാന്നുള്ള ആലോചന മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഞാൻ അങ്ങയെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളൊരു ചോദ്യമില്ല, അതിനും സമയവുമില്ല, ആവശ്യവുമില്ല. ഭവാൻ തന്നെ, ഉദ്ധവൻ തന്നെ എന്നെ വിട്ടങ്ങോട്ട് പോകുന്നു. ത്വം തു സർവം പരിത്യജ്യ. ഉദ്ധവ, ഭവാൻ എന്തു വേണം? സർവം പരിത്യജ്യ. ഒന്ന് പറയൂ. എല്ലാറ്റിനെയും വിട്ട് സ്നേഹം സ്വജനബന്ധുഷു, സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹം അങ്ങോട്ട് അടിച്ചുകൂട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാവരും. ശ്രീരാമൻ എങ്ങനെയാ പോയേ? കാലഭൈരവൻ വന്നു ശ്രീരാമനെ കാണാൻ. എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശ്രീരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് ഒരൊറ്റ ആളെ ഇടയിൽ വന്നു പോകരുത്, വന്ന ആളുടെ കഴുത്ത് വെട്ടണം, അതിന് വ്യവസ്ഥ ചെയ്യണം. ലക്ഷ്മണൻ തന്നെ ആയിക്കോട്ടെ അതിനെന്ന് തീരുമാനിച്ച് ലക്ഷ്മണനെ അവിടെ നിർത്തി കാലഭൈരവൻ അകത്തേക്ക് കടന്നു. ആ കാലഭൈരവൻ അകത്ത് കടന്ന് രാമനും കാലഭൈരവനുമായി സംസാരം നടന്നത്. എന്താ സംസാരം? മഹാപ്രഭോ, അങ്ങ് വന്നു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു,
ഇനി ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, ലോകത്തിൻ്റെയൊക്കെ മാറിമറിച്ചിലാണല്ലോ, എപ്പോഴും ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണല്ലോ, അതുകൊണ്ട് അങ്ങ് പോകൂ, തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുർവാസാ മഹർഷി ഓടിയെത്തി. അതും ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് രാമനെ ഇപ്പം തന്നെ കാണണം, ഇപ്പം തന്നെ ശ്രീരാമനെ കാണണം. അതെങ്ങനെയാണ്? അത് അദ്ദേഹം കാലഭൈരവനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നോട് അത് ഇതും പറയരുത്, ഞാൻ ശപിക്കും, ഈ രാജധാനി മുഴുവൻ ഭസ്മമായി പോവും, എനിക്കിപ്പം കാണണം. അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്തു? രാജധാനിയെ ഭസ്മമാക്കേണ്ട ഗതി വേണ്ടാന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് രാമനോട് പറഞ്ഞത് എന്താ? എനിക്ക് വല്ലാത്തൊരു വിശപ്പുണ്ട്, അതുകൊണ്ട് വയറ് നിറച്ച് നല്ലൊരു ഭക്ഷണം തരണം. ഇതായിരുന്നു ആവശ്യം. ശ്രീരാമൻ അതിനെ ഏർപ്പെടുത്തി. കാലഭൈരവൻ മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ലക്ഷ്മണനെ കൊല്ലണം, കഴുത്ത് മുറിക്കണം. വസിഷ്ഠനെത്തി. മുറിക്കേണ്ടത് തന്നെയാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിറവേറ്റാതെ വയ്യ. അതുകൊണ്ട് പിന്നെ എന്താ വേണ്ടേ? ലക്ഷ്മണൻ്റെ കഴുത്ത് മുറിച്ചാൽ രാമ നിനക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കഴുത്ത് മുറിച്ചാൽ ലക്ഷ്മണൻ ഉണ്ടാവില്ല. ആ ഇല്ലായ്മയ്ക്ക് തുല്യമായിട്ടൊരു വഴിയുണ്ട്, ലക്ഷ്മണനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണ, നീ ഇനി അരനിമിഷം രാജധാനിയിലിരിക്കരുത്, അയോധ്യയിൽ പോന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ? ആരാ ഈ ലക്ഷ്മണൻ? സീതയ്ക്കില്ല അത്ര സ്ഥാനവും മഹിമയും അത്ര സ്നേഹവും രാമൻ്റെ മനസ്സിൽ. അങ്ങനെയുള്ള ലക്ഷ്മണനാണ്. ആ ലക്ഷ്മണനോട് പോവാൻ പറഞ്ഞു. പാവം ലക്ഷ്മണൻ ചെന്നു, സരയുവിലിറങ്ങി. ആ ലക്ഷ്മണൻ പോയ പോക്കോടുകൂടി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും അയോധ്യ വിട്ട് അങ്ങോട്ട് പോയി. മഹാജനങ്ങളൊക്കെ തൻ്റെ കാര്യം കഴിഞ്ഞാൽ ഇങ്ങനെ പോവാറാ പതിവ്. അല്ലാണ്ട് ഈ ലോകം ഇരിക്കാനുള്ളതാണോ അതോ വിടാനുള്ളതോ? എന്താ മിണ്ടാത്തത് കണ്ടു? ഈ ലോകം ഇരിക്കാനുള്ളതോ വിടാനുള്ളതോ എന്ന്. അതല്ലേ വീട് എന്ന് പേരിട്ടിരിക്കണേ. പേര് മാറ്റിയെന്നാ? വീട് എന്ന് പറയണത് എന്താ? വിടാനുള്ളതാ, അവിടെ പിടിച്ചിരിക്കരുത്. ഒരാളൊരു വീട് കയറ്റി തൃശ്ശൂർ, നല്ല വീടാ, അതിൽ താമസിച്ചിട്ട് തൃപ്തി വന്നിട്ടില്ല. തൃശ്ശൂരല്ല, എറണാകുളത്തിൽ. എന്നിട്ട് പറയുക, അവസാനം ആ വീട് കൊടുക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. ഞാൻ പറഞ്ഞു, മിണ്ടരുത്. വീടെന്ന് പറയണത് എന്താ? കാശും പണമൊക്കെ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആസ്തിയാണത്. അത് സ്വത്താണ്. അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി കൊടുക്കൂ. പണം ബാങ്കിൽ നിന്ന് എടുക്കുന്ന മാതിരി ആ പണം എടുത്ത് നിങ്ങളുടെ ആവശ്യത്തിന് വിനിയോഗിക്കുക, അതിനല്ലേ കൊടുക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ വിടാൻ പഠിപ്പിക്കുന്നതാ. നമ്മുടെ ശരീരവും വിടേണ്ടതാണ്, ഉടുത്ത തുണി വിടേണ്ടതാണ്, എല്ലാം വിട്ടുപോകേണ്ടതാണ്. പഞ്ചപാണ്ഡവന്മാരെന്ത് ചെയ്തു? എല്ലാവരും കൂടി കൃഷ്ണൻ പോയി എന്ന് കേട്ടപ്പോൾ ഹിമാലയത്തിലേക്ക് നടന്നങ്ങോട്ട് കയറി. ഏറ്റവും നല്ല വഴിയാണ് മരിക്കാൻ. ഹിമാലയം വലിയ ഉയരാണല്ലോ, അതിൽ പതുക്കെ ചവിട്ടി മേപ്പെട്ട് കയറും. ഓരോ അടി വയ്ക്കുന്തോറും ജീവവായു കുറഞ്ഞു വരും. എത്ര നേരം നമ്മുടെ ഹൃദയത്തിന് ശ്വസിക്കാൻ പറ്റും? അപ്പോൾ തന്നെത്താനെ വീഴും. അങ്ങനെ ആദ്യം വീണത് ആരാ? ദ്രൗപദിയാ. അങ്ങനെ ഓരോരുത്തരായിട്ട് വീണു. ജീവിതം പൂർണ്ണമായി, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ലോകത്തിൻ്റെ നന്മയൊക്കെ ഉറപ്പുവരുത്തി. പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. സ്വജനങ്ങളോടും ബന്ധുക്കളോടുമൊക്കെ സ്നേഹമുണ്ട്. അതൊക്കെ എത്ര കാലത്തേക്ക്? ചിരന്തനമൊന്നുമല്ല. എങ്ങനെ സ്നേഹം വളർത്തുന്നുവോ അതേമാതിരി നമ്മൾ അതിനെ അതിജീവിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ലിവിങ് ആൻഡ് ഔട്ട് ലിവിങ്. ടു ലിവ് മീൻസ് ടു ഔട്ട് ലിവ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക എന്ന് അർത്ഥമാണ്. നമ്മൾ വിത്ത് വിതച്ചു, അത് മുളച്ചു പൊന്തി കൊയ്യാറായാൽ അതിൻ്റെ കട മുറിക്കാറില്ലേ? നമ്മൾ വെച്ച വിത്താണെന്ന് പറയാറുണ്ടോ? എന്നിട്ട് ആ മണികളെയൊക്കെ വേർതിരിച്ചു ചവിട്ടി അതൊക്കെ തെളിച്ച് വെടുപ്പാക്കി. അങ്ങനെയല്ലേ ജീവിതത്തിൻ്റെ സ്വഭാവം? ഒന്ന് ബുദ്ധിക്കണ്ണുകൊണ്ട് കാണുവപ്പാ. മടിയന്മാരാവരുത്, അലസന്മാരാവരുത്. ആ പൂർണ്ണ വീക്ഷണം നിങ്ങൾക്ക് വരട്ടെ. സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക്. സ്വജനങ്ങളിലുള്ള സ്നേഹവും പാശവുമെല്ലാം വിട്ട് മനസ്സിൽ എന്നെ നല്ല പോലെ നിർത്തി സമദൃക് വിചരസ്വഗാം. സമദൃക് വിചരസ്വഗാം. ഒന്ന് പറയൂ. മയ്യാവേശ്യ മനസ്സമ്യക്
സമദൃഗ് വിചരസ്വഗാം. ഇത് സാധിക്കോ? സാധിക്കും. മനുഷ്യരുടെ മനസ്സിന് സാധിക്കാത്തതൊന്നുമില്ല. എങ്ങനെ മനസ്സ് എല്ലാറ്റിനോടും സംഘം പുലർത്തി കഴിയുന്നുവോ അതേമാതിരി അതേ മനസ്സ് എല്ലാ സംഘവും വിട്ട് ഒറ്റയ്ക്കിരിക്കാനും അതിന് സാധിക്കും. അതല്ലേ വാസ്തവത്തിൽ വാനപ്രസ്ഥ ജീവിതം. ബ്രഹ്മചാരിയായി പഠിക്കേണ്ടതെല്ലാം പഠിച്ചതിന് ശേഷം വയസ്സ് 21 ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വന്ന് കല്യാണം കഴിച്ച് ഭാര്യാസമേതനോ ഭർത്തൃസമേതനോ ആയി ജീവിച്ചതിന് ശേഷം ഒരു 25 വയസ്സും കൂടി കഴിയുമ്പോഴേക്കും കുട്ടികളുണ്ടായി, അവർക്ക് പ്രായമൂപ്പ് വന്നു, ഗൃഹഭാരം ഏറ്റെടുക്കാറായി. അപ്പോൾ എങ്ങനെ അന്നേ വരെ ഗൃഹത്തിലെല്ലാം നോക്കി നടത്തിയോ അതേപോലെ മോനെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞങ്ങോട്ട് മാറുക. ഇത് രണ്ടിനും മനസ്സ് ശക്തമാണ്. എത്ര രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തിൽ സിംഹാസനം ഉപേക്ഷിച്ച് വനത്തിൽ ചെന്ന് തപോജീവിതം നയിച്ചിട്ടുണ്ട്. എത്രയോ പേര് ജീവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം വിചാരിക്കരുത്, മനസ്സിന് ഈ ഞണ്ടിനെ മാതിരി പൊത്തിപ്പിടിക്കൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. തുറന്നിങ്ങനെ വിടാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഇത് പറയല്ലോ, ഇത് സാധിപ്പിച്ചുല്ലോ. ഈ പറഞ്ഞ കാര്യം ഉദ്ധവൻ്റെ മനസ്സിനെ കൊണ്ട് സാധിപ്പിച്ചു. ഉർജനൻ വിട പറഞ്ഞു പോയില്ലോ. ഇന്നും ഉദ്ധവൻ നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ ബദരികാശ്രമത്തിൽ ഉണ്ട് എന്നാണ് ഭക്തജനങ്ങളുടെ മനസ്സ്. ത്വയ്യാ മയ്യാവേശ്യ മനസ്സമ്യക് സമദൃഗ് വിചരസ്വഗാം. എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് സമദൃഷ്ടിയോടുകൂടി എല്ലാ ദിക്കിലും കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണമയം കൃഷ്ണമയം ഗുരുമയം 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 ബ്രഹ്മമയം എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസിമാരെങ്ങനെയാ? ബ്രഹ്മാക്ഷരം പാവനമുച്ചരന്തോ ബ്രഹ്മാഹമസ്മീതി വിഭാവയന്തഃ. എല്ലാം ബ്രഹ്മമയമാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാക്ഷരം ഉച്ചരിച്ചുകൊണ്ട് അവരങ്ങനെ നടക്കും. യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. എന്താ അതിനർത്ഥം? എല്ലാറ്റിനെയും വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ആരായി വിടുന്നത്? മനസ്സ്. സാധിപ്പിക്കുന്നത് ആരാ? ബുദ്ധി. ബുദ്ധി തേടുന്നത് എന്താ? അറിവ്. ശരീരത്തിന് വിശപ്പുണ്ട്, വയറ്റിന്, അതിന് ഭക്ഷണം. മനസ്സിനുള്ള ഭക്ഷണം എന്താ? സന്തുഷ്ടി, സന്തോഷം. ബുദ്ധിക്കുള്ള ഭക്ഷണമോ? അറിവ്. ആ ബുദ്ധിക്കുള്ള അറിവുണ്ടാക്കി കൊടുത്താൽ മനസ്സ് തന്നെ കൂട്ടാക്കും വിടാൻ. ഇതാ പറയുന്നു, യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് സംശയം. യദിദം മനസാ വാചാ, ഇവിടെ എന്തെല്ലാം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ, ചക്ഷുർഭ്യാം കണ്ണുകൾ കൊണ്ടോ, ശ്രവണാദിഭിഃ 2 കാതുകൾ കൊണ്ടോ, എന്തെല്ലാം ഇവിടെ നാം കാണുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, ഉണരുന്നുണ്ടോ, അത് മുഴുവനും നശ്വരം. ഒന്ന് പറയൂ. പോരാ, നശ്വരം. നമ്മുടെ ശരീരം നശ്വരമാണ്. ആ ശരീരവും ഇന്ദ്രിയങ്ങളും കൈയും കാലും വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാം പെറുക്കി കൂട്ടുന്നത്. ആ പെറുക്കി കൂട്ടുന്ന വസ്തുക്കളും നശ്വരമാണ്. അപ്പം നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ശരീരത്തിൻ്റെ നശ്വരത കൂടി വരികയല്ലേ? ഒരു വീടുണ്ടാക്കി ഇരിക്കുമ്പോഴോ വീടും നശ്വരം, ഞാനും നശ്വരം. അവ 2 എണ്ണമായി. ഇനി കുട്ടികളുണ്ടായാലോ, സമ്പാദ്യം കൂടുതലായാലോ, നശ്വരം ഇതിൻ്റെ സ്വഭാവമാണല്ലോ. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉദ്ധവ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൾ കൊണ്ടോ ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ടോ കാണുന്നുണ്ടോ, ഇതെല്ലാം നശ്വരം. ഗൃഹ്യമാണം ച, ഇതൊക്കെ കാണപ്പെടുന്നതാണ്, കാണുന്നതല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? All these are being seen. They are not the seer. ഇതൊക്കെ കാണപ്പെടുന്നതാണ്. കാണുന്നവരാരാന്ന് പറയൂ. ഞാനൊരു വൃക്ഷം നോക്കുന്ന സമയത്ത് ആ വൃക്ഷം എൻ്റെ മുൻപിൽ ദൃശ്യമാണ്.
അതിനെ കാണുന്നവനാരാ? അത് വൃക്ഷത്തിലാണോ? കാണുന്നവൻ വൃക്ഷത്തിലാണോന്ന് അത് പറയാൻ ഇത്ര നേരം? ഞാൻ ഈ വിളക്ക് കാണുന്നുണ്ട്, ആ വിളക്ക് എന്നാൽ കാണപ്പെടുന്നു. കാണപ്പെടുന്ന വിളക്കാണോ കാണുന്നത്? അല്ലല്ലോ. അപ്പം ഇത് മുഴുവനും ഗൃഹ്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നതാണ്. ഇതിനെ കാണുന്നവനാരാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. കാഴ്ച എവിടെയാ? അവിടെയാ നടക്കുന്നത്. കാണണം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി, അതിനുവേണ്ടി മനസ്സ് ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ചു. എന്നിട്ട് ആ വസ്തുക്കളുടെ പടം പിടിച്ചു. ഈ പടം പിടിച്ചത് മനസ്സ്, തീരുമാനിച്ചത് മനസ്സ്. ആ പടം എന്ന് പറയുന്നത് മനസ്സിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണത്. അങ്ങനെ ഈ കാണുന്നത് മുഴുവൻ ഉള്ളിലോ പുറത്തോ? ഒന്ന് പറയുന്നപ്പാ, എന്തെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? നമ്മുടെ മനസ്സാണ് ശരീരത്തെയും ശരീരാംഗങ്ങളെയും വിനിയോഗിക്കുന്നത്. ആ വിനിയോഗിച്ചതിൻ്റെ ഫലം എവിടെയാ? ഒരൊറ്റ വസ്തുവിനെ നിങ്ങൾ നേരിട്ട് കാണുന്നില്ല, ആ വസ്തുവിൻ്റെ പ്രതിച്ഛായ മനസ്സ് ഉണ്ടാക്കുകയാണ് എല്ലാ സമയത്തും ചെയ്യുന്നത്. അങ്ങനെ മനസ്സ് പ്രതിച്ഛായ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു. മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ സമ്മതിക്കൂലോ? ഇല്ലേ? ആ ഉൾമനസ്സാണ് തീരുമാനിച്ചത് കാണണമെന്ന്. എന്നിട്ട് അതാണ് കണ്ണിന് തുറന്ന് ആ ദിശയിൽ നോക്കിയത്. അപ്പോൾ ഈ പ്രവൃത്തി നടക്കുന്നത് ഉള്ളിലോ പുറത്തോ? ഉള്ളിൽ. എന്നിട്ട് കണ്ണ് തുറന്ന് കണ്ണിലൂടെ മനസ്സ് ആ കണ്ട വസ്തുവിൻ്റെ ഒരു പടം പിടിച്ച് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി. ഇത് മുഴുവനും നടക്കുന്നത് ഉള്ളിലല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. മനോമയം ഒന്ന് പറയൂ, നീട്ടി വലിച്ചു പറയും. മനോമയം. മിണ്ടരുത്, മിണ്ടരുത്. ഇനി മനോമയമല്ലാതെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് മിണ്ടിപ്പോവരുത്. ഒന്ന് കാണിച്ചു തരുത് മനസ്സിലല്ലാതെ ഒരു സാധനം എവിടെ. നിങ്ങളുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചുറ്റുമുള്ള ദൃശ്യലോകം, ഇതൊക്കെ ഉറങ്ങുമ്പോൾ പോയോ അതോ ഇരിക്കുന്നുണ്ടോ? ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ പോയോ അതോ ഇരിക്കുന്നുണ്ടോന്ന്? എവിടെ പോയപ്പാ? നിങ്ങൾ എവിടെയാ കിടന്ന് ഉറങ്ങണേ? ഒരു സ്ഥലത്തുമല്ല. ഉറങ്ങുന്നുണ്ടോ അതും അറിയില്ല. സ്ലീപ്പ് ഈസ് ആക്ച്വലി ഈസ് നോവെയർ ആൻഡ് നത്തിങ്. ഉറങ്ങുന്ന ആൾക്ക് ഭക്ഷണം വേണ്ട, വിശപ്പില്ല. അയാൾക്ക് ഒരു തരത്തിലും ഒരു വസ്തുവോ ഒരു സുഖമോ ഒന്നും തന്നെ വേണ്ട. സുഖമായിട്ട് കിടന്നുറങ്ങുക. എണീറ്റിട്ട് പറയും ഒരു അലട്ടുമില്ലാതെ ഞാൻ കിടന്നുറങ്ങി, പരമസുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറയും. ഉറങ്ങുന്ന സമയത്ത് അവിടെ ദേഹമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ലോകമില്ല, ഈശ്വരനില്ല, ആരുമില്ല. അങ്ങനെ ഒരു ഉറക്കത്തിലല്ലേ നിങ്ങൾക്ക് നല്ല സുഖാനുഭവം ഉണ്ടാവുന്നത്? അവിടെയല്ലേ ഞാൻ കിടന്ന് കളിക്കണത്? ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങിയോ കൂട്ടത്തിൽ ഉറങ്ങിയോ? ശരീരത്തിനെ തന്നെ വിട്ടാ ഉറങ്ങണത്. പിന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചോദ്യം വരുന്നുണ്ടോ കുട്ടിയൊക്കെ? അതാണ് അമ്മ ആ കുട്ടിയെ ഉറക്കി കിടത്തിയതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. ഇത് വളരെ സുഖകരമായ ഒരു കാഴ്ചയാണ് ഒരു കുട്ടിയെ കാണുന്നത്. ആ സുഖകരമായ കാഴ്ച വിട്ട് കണ്ണടഞ്ഞ് അമ്മയ്ക്ക് ഉറങ്ങാൻ തോന്നിയെന്നുണ്ടെങ്കിൽ ആ ഉറക്കം ഈ കാഴ്ചയേക്കാളും ഭേദമാവണ്ടേ? യുക്തി പറഞ്ഞു തരുമ്പോൾ എന്താ കൂട്ടരെ നിങ്ങൾ ഈ പിന്നാക്കം നിൽക്കണത്? അമ്മയ്ക്ക് ആനന്ദകരമായ ഒരു ദൃശ്യമായിരുന്നു ആറ്റുനോറ്റ് കിട്ടിയ കുട്ടിയെ കണ്ടെന്ന്. ആ കുട്ടിയെ ഉറക്കി കിടത്തി അമ്മ സ്വയം കണ്ണുമൂടി ഉറങ്ങിപ്പോകുമ്പോൾ ആ പോണ പോക്ക് ഇവിടെ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലല്ലേ മനസ്സങ്ങോട്ട് തിരിയുള്ളൂ. എന്നാ നിങ്ങൾക്കിത് സമ്മതിക്കാൻ ഇത്ര വിഷമം? ഹിന്ദുമതം മുഴുവനും, ഹിന്ദുമതം എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തം മുഴുവനും യുക്തിസഹമാണപ്പാ. നോക്കൂ പറയണത്, വിദ്ധി മായാമനോമയം. ഇത് മുഴുവനും മായയാണ്. മായ എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ ഇല്ലാത്തത്, പരിശോധിച്ചാൽ ഇല്ലാതെയാവുന്നതാ. നിങ്ങൾ പറയണു ഇരുട്ട് ഇരുട്ട് എന്ന്.
എന്താ നിങ്ങൾ ഈ പറയണേ ഇരുട്ട്? ഒന്ന് കാണിച്ചു തരൂ. എവിടെയാ ഇരുട്ട്? ദാ അവിടെ എപ്പടി ഇരുട്ടാ. അപ്പോൾ ഇരുട്ടിനെ നോക്കി കാണണമെങ്കിൽ വെളിച്ചം കൊണ്ടുപോയിട്ട് വേണ്ടേ കണ്ണിന് കാണാൻ? എന്താ മിണ്ടാത്തേ? അപ്പോൾ വെളിച്ചവും കൊണ്ടുപോയി ഇരുട്ടിൻ്റെ അടുത്ത് പോയാൽ അവിടെ ഇരുട്ടുണ്ടാവുമോ? പിന്നെ എന്തിനാ നിങ്ങൾ ഇരുട്ടെന്ന് പറഞ്ഞേ? കണ്ണിൻ്റെ മുൻപിൽ പ്രകാശത്തിൽ നോക്കിയാൽ ഇരുട്ട് കാണുമോ? പിന്നെ എന്തിനാ ഇരുട്ടെന്ന് നിങ്ങൾ പേരിട്ട് പറഞ്ഞേ? വിഡ്ഢിത്തം, അറിവില്ലായ്മ. പറയട്ടെ ഞാൻ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എനിക്ക് വേണ്ടിയെങ്കിലും മനസ്സിലാക്കുവപ്പാ. ഇത് മനുഷ്യനെ കൊല്ലുന്നതൊന്നുമല്ല, മനുഷ്യനെ ഉജ്ജീവിപ്പിക്കുന്നതാണ്, ഉത്സാഹം നൽകുന്നതാണ്. ഈ ലോകത്തിനെ നോക്കി ഭയപ്പെടുന്നത് മുഴുവൻ, ഭയവിഹ്വലത മുഴുവനും മായും. വിദ്ധി മായാമനോമയം. ഇത് ശ്രീമദ് ഭാഗവതം അടിച്ചുറപ്പിച്ച് പറയുകയാണ്. കൃഷ്ണ പരമാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉത്തമനായ ഭക്തനെ നോക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എപ്പോൾ? അങ്ങയിൽ നിന്ന് അരനിമിഷം പോലും അകന്നിരിക്കാൻ ശക്തനല്ലേ ഈ ഉള്ളോൻ എന്ന് പറഞ്ഞപ്പോൾ ശക്തി ഉണ്ടാക്കി അകന്നിരിക്കൽ മാത്രമല്ല, യാത്ര പറഞ്ഞ് പോകാൻ വരെ സാധിച്ചു. അതിനുള്ള ഉപദേശമാണ്. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോ ഭിദാ. 22ാമത്തെ കൊല്ലമാണ് ഞാനിത് എടുക്കണതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 21 കൊല്ലം വരെ ഞാനിത് എടുത്തിട്ടില്ല. അപ്പോൾ ഇക്കണ്ട കാലം കേട്ട് ചിലർക്കെങ്കിലും മനസ്സിന് നല്ല പക്വത വന്ന് കാണും. അവരോട് ഈ സത്യം പറയണം. പറഞ്ഞാലേ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം അർത്ഥമാവൂ. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത. ഓ, എന്തൊരു കാര്യം അവിടെ കൃഷ്ണൻ പറയണത്. ആക്ച്വലി PhDക്ക് റിസർച്ച് ചെയ്യുന്നവർ വന്നിരുന്നു ഇവിടെ കേൾക്കണം. അത്രയ്ക്ക് വിശേഷപ്പെട്ട സത്യങ്ങളാണ് യുക്തിസഹമായി പറയുന്നത്. പുംസഹ, മനുഷ്യന്, അയുക്തസ്യ, വേണ്ടതുപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം യോജിച്ച് പ്രവർത്തിക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവർക്കാണ് നാനാർത്ഥ, ഇവിടെ പല വിധത്തിലുള്ള അർത്ഥങ്ങൾ, വസ്തുവിശേഷങ്ങൾ ഉള്ളത്. ഭ്രമഃ, അതൊരു ഭ്രമമാണ്. സ ഗുണദോഷഭാഗ്, അങ്ങനെ പലതുമുണ്ട് എന്നുള്ളൊരു പ്രതീതി, ഒരു അനുഭവം മനസ്സിൽ വന്നാൽ ആ പലതിനെ തരംതിരിച്ച് ഗുണം ദോഷം, ഗുണം ദോഷം, ഇത് നല്ലത് ചീത്ത എന്നുള്ള വിചാരമായി. ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പലതെന്ന് വന്നാലോ നല്ലതും ചീത്തയുമായിട്ട് തരംതിരിക്കണം. അങ്ങനെ തരംതിരിച്ചാലോ കർമ്മ വികർമ്മേതി ഭ്രമസ്സ ഗുണദോഷധിയോഭിത. കർമ്മ വികർമ്മേതി, ഇതാണ് ശരിയായ കർമ്മം, ഇതാണ് ശരിയല്ലാത്ത കർമ്മം, ഇതാണ് നിഷേധിക്കപ്പെട്ട കർമ്മം എന്നിങ്ങനെ കർമ്മം, അകർമ്മം, വികർമ്മം എന്നിങ്ങനെയുള്ള വ്യത്യാസബുദ്ധി മനസ്സിൽ ഉടലെടുക്കണു. ഗുണദോഷധിയോഭിത, ഗുണങ്ങളെയും ദോഷങ്ങളെയും തിരിച്ചു നോക്കുന്ന ഒരു ബുദ്ധി വരുന്നു. ഉദ്ധവൻ ഒരു 30 ചോദ്യം ചോദിച്ചു. ആരോട്? കൃഷ്ണനോട്. ഒക്കെ ഓരോ പാദത്തിലുള്ള ചോദ്യ, ഒരു ശ്ലോകത്തിൻ്റെ 4-1. അതേമാതിരി 4-1 മറുപടി പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിൽ പറഞ്ഞതാ എന്താണ് ഗുണം, എന്താണ് ദോഷം എന്ന് ചോദിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഗുണദോഷ ദൃശ്യദോഷോ ഗുണസ്തു ഉഭയവർജിത എന്ന് മറുപടി പറഞ്ഞു. ഗുണം ദോഷം എന്നിങ്ങനെ പിരിച്ച് കാണുന്നതാണ് ദോഷം. ഗുണസ്തു ഉഭയവർജിത, ഗുണദോഷങ്ങൾ എന്നുള്ള വ്യത്യാസബുദ്ധിയെ തരണം ചെയ്ത് എല്ലാം ഒരുപോലെ ആത്മമയം, ബ്രഹ്മമയം, ഈശ്വരമയം എന്ന് പറഞ്ഞ് കാണുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അതാണ് ഗുണം. എന്താണ് ധനം എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാ സന്തുഷ്ടി. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? സന്തുഷ്ടി. ധാരാളം പണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ടാവും? തിന്നോ? എന്താ ചെയ്യുക? ധാരാളം പണമുണ്ട്, ഇനി എനിക്ക് ഒരു വിധത്തിലുള്ള അല്ലലും അലട്ടുമില്ല, പരമസുഖമാണ്, സന്തോഷമാണെന്ന് പറയും. അപ്പോൾ പണം കൊണ്ട് കിട്ടുന്നത് എന്താ? സന്തോഷം. വിശക്കുമ്പോൾ ഊണ് കഴിച്ചാൽ കിട്ടണതോ? ഇനി വല്ലവരോടും പോയി ചോദിക്കണോ? അതിനും കിട്ടുന്നത് സന്തോഷമല്ലേപ്പാ. അപ്പം ധനത്തിന് ഈ ഊണ് കഴിച്ചാൽ കിട്ടുന്നത് വിട്ട് വേറെ എന്ത് കൂടുതൽ തരാൻ സാധിച്ചു പണത്തിന്? ഈ ലോകം എങ്ങനത്തെ? പുംസോ അയുക്തസ്യ നാനാർത്ഥോ.
ഈ ലോകം എന്ന് പറയുന്നതോ മുമ്പിൽ, അതോ ലോകത്തെ കാണിച്ചു തരുന്ന നിങ്ങളോ മുമ്പിൽ? ഒന്ന് മറുപടി പറയുന്നപ്പാ. നിങ്ങൾ ശ്രീമദ് ഭാഗവതം കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതമാണ് ഭൂമാനന്ദ സ്വാമിജി പറയുന്നത്. നിങ്ങൾ വെറുതെ ഒന്നും വിടില്ല. ഞാൻ ഈ ലോകത്തിനെ കണ്ട് ഇത് ലോകമാണെന്ന് പറയുന്നത് നമ്മളും നമ്മുടെ ഇന്ദ്രിയങ്ങളുമല്ലേ? കണ്ണിൻ്റെ മുൻപിലല്ലേ നിറങ്ങൾ? ചെവിയുടെ മുൻപിലല്ലേ ശബ്ദങ്ങൾ? മൂക്കിൻ്റെ മുൻപിലല്ലേ മണങ്ങൾ? നാവിൻ്റെ മുൻപിലല്ലേ രുചികൾ? ത്വക്കിൻ്റെ മുൻപിലല്ലേ സ്പർശങ്ങൾ? മിനുസം പരുത്തത് എന്നൊക്കെ പറയണത് എന്താ? പരിപരുത്തതെന്ന്. അപ്പം ഈ ലോകമാണോ മുൻപിൽ, അതോ നിങ്ങളോ? നിങ്ങൾ എണീക്കണം. എണീറ്റ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഈ 5 വിധത്തിലുള്ള ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങൾ ഉണ്ടാവുന്നത്. ഈ ലോകത്തിൽ അനവധി വസ്തുക്കളുണ്ട്. കോടാനുകോടി വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെല്ലാം കൂടി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ വരുമ്പോൾ എത്രയായി തീരണു? 5. അപ്പം ഈ ലോകത്തിന് നിറം പിടിപ്പിക്കുന്നത് ആരാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷോഭം വരുമ്പോഴാണ് ഇവിടെ കുഴപ്പമുണ്ടാവുന്നത്. പൊന്നു ജനകൻ വളർത്തിയെടുത്ത് ജാനകി ഉണ്ടല്ലോ, ശ്രീരാമൻ്റെ കൂടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. അവിടെ 14-ാമത്തെ കൊല്ലം കുറച്ച് ദിവസം നമുക്ക് തപസ് ചെയ്തിട്ട് പോവാം, ഒരു കുടീരമുണ്ടാക്കാതെ ഉണ്ടാക്കി. അവിടെ ഒരു ദിവസം ഒരു സ്വർണ്ണമാൻ വന്നു. എന്നിങ്ങനെയൊക്കെ നോക്കി, വാലൊക്കെ ഒന്നിട്ട് കലക്കി. എനിക്ക് ആ സ്വർണ്ണമാൻ വേണമെന്നായി. ആര്? സീത. ഈ സീതയാ പറഞ്ഞത് ശ്രീരാമനോട്, അങ്ങുണ്ടെങ്കിൽ എനിക്ക് ശ്മശാനവും അയോധ്യ തന്നെയാണ്, അങ്ങില്ലെങ്കിൽ അയോധ്യ ശ്മശാനമാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭു കൂടെ ഉള്ളപ്പോൾ ഒരു പൊന്മാനും കൂടി വേണമെന്ന് തോന്നിയത് എന്താ കാരണം? കണ്ണ് മനസ്സ്. എന്നിട്ടോ 5 മിനിറ്റിനുള്ളിൽ രാവണൻ്റെ ദാസിയായി. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത തസ്മാദ് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനീക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. കഴിഞ്ഞു ഉപദേശം. അതുകൊണ്ട് തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ഒതുക്കി നിർത്തുവപ്പാ. മദ്യപന്മാരെ പോലെ അവയെ ലസിക്കാൻ വിടരുത്. പിടിച്ചു നിർത്തൂ, നിയന്ത്രിക്കൂ, നിയമനം ചെയ്യൂ. യുക്തചിത്ത ഇതം ജഗത്, മനസ്സിനെയും അതുപോലെ യുക്തം ചെയ്ത് ഇതം ജഗത്, ഈ ലോകത്തെ മുഴുവനും ആത്മനി ഈക്ഷസ്വ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ലോകത്തിനെ എവിടെ കാണണം? തൻ്റെ മനസ്സാണ് കാണിച്ചു തരുന്നത്. സർവ്വസാധനങ്ങളും എവിടെയോ എത്രയോ ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ ഉദിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഒരു കോണിലിരുന്ന് ആ സൂര്യനെ കാണുന്നു. ആരാ കാണിച്ചു തരുന്നത്? ആരാ കാണിച്ചു തരുന്നത്? കണ്ണ്. ആ കണ്ണിനെ വിനിയോഗിച്ചതാരാ? മനസ്സ്. അപ്പം മനസ്സും കണ്ണും കൂടിയിട്ടല്ലേ നിങ്ങൾക്ക് സൂര്യദർശനം ഉണ്ടാവുന്നത്? പറയൂ കൂട്ടരെ. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇതം ജഗത്, ഈ ലോകത്തിന് മുഴുവനും ആത്മനി ഈക്ഷസ്വ വിതതം, തൻ്റെ മനസ്ഥലത്തിൽ പരന്നു കിടക്കുന്നതായിട്ട് കാണൂ. ഈ ആകാശപ്പരപ്പടക്കമുള്ളതായ ജഗത്തിന് മുഴുവനും. നമ്മുടെ കണ്ണ് ഏറ്റവും ചെറുതാ. ആ കണ്ണുകൊണ്ട് കാണുന്ന വസ്തു അതിവിശാലമായാൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ അനന്ത ദൂരങ്ങളും അനന്ത വസ്തുക്കളും എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ നോക്കി കണ്ട് അനുഭവിക്കുന്നു. ആ അനുഭവിക്കുന്നത് കണ്ണോ മനസ്സോ? ചോദിക്കണമല്ലേ. കണ്ണിന് സാധിക്കുമോ കൂട്ടരെ? കണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സല്ലേ ഈ കാണുന്നത്. അപ്പം ശരീരത്തിൽ, പരിമിതമായ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ അനന്ത ബ്രഹ്മാണ്ടം വിരിഞ്ഞ് നിങ്ങളിങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സോ മേലെ, കാണപ്പെടുന്ന വസ്തുവോ മേലെ? മനസ്സ്.
ആത്മനീക്ഷസ്വ വിതതം ആത്മാനം മയ്യധീശ്വരേ. ആ ഉൾത്തലമുണ്ടല്ലോ, ആ ഉൾത്തലം എന്നിൽ അധിഷ്ഠിതമാണെന്ന് കാണൂ ഉദ്ധവ. ഇതാണ് ശ്രീമദ് ഭാഗവതം. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ അനുസരിക്കേണ്ടതും അനുസന്ധാനം ചെയ്യേണ്ടതും അനുഭവിച്ചറിയേണ്ടതും എത്രയും വേഗം ഭക്തിയുടെ പ്രാബല്യത്താൽ, പ്രഭാവത്താൽ, ഭക്തിയുടെ അനുഗ്രഹത്താൽ, അത് ചൊരിയുന്ന വിശാലതയാൽ, പവിത്രതയാൽ, ഉത്തുംഗതയാൽ, ശ്രേഷ്ഠതയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനോമണ്ഡലത്തിൽ അനുഭവിക്കേണ്ട ചരിത്രമാണ് ഇത് മുഴുവനും. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനീക്ഷസ്വ സതതം വിദതം ആത്മാനം മയ്യധീശ്വരേ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് പിരിയാം. ഇതാ എല്ലാവരും അതിനുള്ള മുദ്ര എടുത്തോളൂ. ഓ